മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ചവരെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് അല്ലേ. അതിൽ നമ്മളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ് അനീഷ് സൈന ദമ്പതികൾ. ദുരന്തത്തിൽ 3 മക്കളെയും അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോഴും മക്കളൊപ്പമുണ്ട് എന്ന് വിശ്വസിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കുകയാണവർ. ഈ ക്രിസ്മസ് കാലത്ത് പുത്തുമലയിലെ സ്മൃതി ഭൂമിയിൽ അന്തിയുറങ്ങുന്ന മക്കൾക്കായി പുൽക്കൂടും നക്ഷത്രവും ഒരുക്കിയിരിക്കുകയാണ് ഇരുവരും. വിവരങ്ങളുമായിട്ട് കമൽ ചേരുന്നുണ്ട്. കമൽ, നമുക്ക് അത്യന്തം വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണിത്. കാരണം ആ മക്കൾ ഇല്ല ഇന്ന്, പക്ഷെ അവരുണ്ട് എന്ന് കരുതി ആ അച്ഛനമ്മമാർ പുൽക്കൂടും ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അവരിലേക്ക് കൂടി എത്തിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ. ചൂരൽമലയിലെ അനീഷിനെയും സൈനയെയും കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് തത്സമയത്തിൽ തന്നെ സംസാരിച്ചത്. ദുരന്തത്തിൽ 3 മക്കളെ നഷ്ടമായ ഇരുവരും ഇപ്പോഴും മക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 3 മക്കളെ 9, 7, 4 വയസ്സുള്ള നിവേദ്, ധ്യാൻ, ഇഷാൻ 3 മക്കളെയാണ് അവർക്ക് ഈ ദുരന്തത്തിൽ നഷ്ടമായത്. കയ്യിൽ നിന്ന് വിട്ടുപോവുകയായിരുന്നു മക്കൾ. അവർ 3 പേരും അന്തിയുറങ്ങുന്നത് പുത്തുമലയിലെ സ്മൃതിഭൂമിയിലാണ്. അടുത്തടുത്ത് അവരുടെ അച്ഛമ്മ അടുത്ത് തന്നെയുണ്ട്. ആ മക്കൾക്ക് ഓരോ ആഴ്ചയിലും ചോക്ലേറ്റ് കൊണ്ടുവയ്ക്കുന്ന അനീഷിൻ്റെയും സൈനയുടെയും കഥയാണ് നമ്മൾ അന്ന് പങ്കുവെച്ചത്. ഇത്തവണ ക്രിസ്മസ് കാലത്ത് അനീഷ് അവിടെ ഒരു പുൽക്കൂട് തന്നെ ഒരുക്കിയിരിക്കുന്നു. മക്കൾ ഉറങ്ങുന്നതിനടുത്ത് ധ്യാനിൻ്റെ രണ്ടാമത്തെ മകൻ ധ്യാനിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഈ പുൽക്കൂട് അവിടെ ഒരുക്കിയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. കഴിഞ്ഞ ക്രിസ്മസിന് ധ്യാനിൻ്റെ ആഗ്രഹപ്രകാരം ഈ സ്റ്റാറും അലങ്കാരങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നെങ്കിലും അത് കത്തിപ്പോയി. അപ്പോൾ അടുത്ത ക്രിസ്മസിന് നമുക്ക് നന്നായി പുൽക്കൂടൊക്കെ ഉണ്ടാക്കണമെന്ന് ധ്യാൻ പറഞ്ഞിരുന്നു. അത് അനീഷ് ഓർത്തു വെച്ച് ആണ് രണ്ടുപേരും കൂടി ഇത്തവണ പുൽക്കൂടൊക്കെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പല കഥകളും പറഞ്ഞതാണ്. ഇവരുടെയും മറ്റ് ഇതുപോലെ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. നമ്മൾ അതിജീവനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിൽ ഈ നഷ്ടപ്പെട്ടവരെ ഓർത്ത് അവർക്കൊപ്പം ജീവിക്കുക തന്നെയാണ് എല്ലാവരും. സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, അതിജീവിക്കേണ്ടതുണ്ട്, അതിനൊക്കെ അവർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഓർമ്മകൾ അവർക്കൊപ്പം തന്നെയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആലോചിക്കാം, ഈ 3 കുരുന്നുകളെയൊക്കെ നഷ്ടപ്പെട്ടാൽ അവർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യം. ആ മക്കൾ ഒപ്പമുണ്ടെന്ന് കരുതി തന്നെയാണ് അനീഷും സൈനയും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ അവരോട് സംസാരിച്ചതാണ്. ഇത്തവണ ഈ പുൽക്കൂടിൻ്റെ കാര്യം സംസാരിക്കാൻ ഞാൻ പോയില്ല. കാരണം അവരോട് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അവരോട് നേരിട്ട് സംസാരിക്കാൻ, ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാനൊന്നും അവരോട് ആവശ്യപ്പെട്ടില്ല. എങ്കിലും ഇത് പങ്കുവെക്കണമെന്ന് തോന്നി. കാരണം ഈ ക്രിസ്മസ് കാലത്ത് ഇങ്ങനെ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു അച്ഛനും അമ്മയും ഈ സ്മൃതി ഭൂമിയിൽ ഇത്തരത്തിൽ പുൽക്കൂടൊക്കെ ഒരുക്കി അവരുടെ ഓർമ്മകൾക്കൊപ്പം അവർ. ശരി കമൽ, എന്തായാലും ആ ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത്. ആ അച്ഛനും അമ്മയും ആ ഓർമ്മകളില്ലെങ്കിൽ അവർക്ക് മുന്നോട്ടൊരു യാത്രയില്ല എന്നുള്ളത് തന്നെയാണ് അത്യന്തം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ജീവിച്ചല്ലേ മതിയാവുകയുള്ളൂ. ഈ ക്രിസ്മസ് കാലത്ത് സന്തോഷവും സമാധാനവും നമ്മൾക്ക് ആശംസിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ആ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം ഇപ്പോൾ അവർ ഈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലവർ തുടരട്ടെ.